Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 220.95 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. 0.93%, ഓൾമോസ്റ്റ് 1% അടുത്ത് ഇന്ന് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത്. 23,940.25 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. അപ്പോൾ നാളെ മന്ത്ലി എക്സ്പയറി ആണ്. ഈ മാസത്തെ മന്ത്ലി എക്സ്പയറി ആണ് 26-ന് നാളെ. അതുപോലെ തന്നെ ഇതൊരു 4-day വീക്ക് കൂടിയാണ്. വ്യാഴാഴ്ച ബക്രീദ് ആയതുകൊണ്ട് മാർക്കറ്റ് ഹോളിഡേ, ബക്രീദിന് മാർക്കറ്റ് ഹോളിഡേ ആണ്. അത് വരുന്നത് വ്യാഴാഴ്ചയാണ് ഹോളിഡേ വരുന്നത്. അപ്പം 4-day വീക്ക് കൂടിയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. 940.25, 23,940.25. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണെന്ന് പറയാം. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. $23,983.45 ആണ് ഇതുവരെയുള്ള ഡേ ഹൈ. $23,900 കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 150 ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്യാം. $950 ആണ് പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. 23,950 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് മറ്റൊരു സ്ട്രൈക്ക് പ്രൈസ്. പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് വരുന്നത് 23,000 അല്ലെങ്കിൽ 24,000 നോക്കാം. യെസ്, 24,000. അതുപോലെ തന്നെ 24,050 രണ്ട് സ്ട്രൈക്ക് പ്രൈസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഡയറക്ഷൻ കൺഫർമേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എൻട്രി എടുക്കാം. ആസ് ഓഫ് നൗ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, 200 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഡയറക്ഷൻ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. 5 minute ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇൻസൈഡ് ബാർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സെക്കൻഡ് ക്യാൻഡിൽ. അതുകൊണ്ടൊരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിലും പുൾ ബാക്ക് അല്ലെങ്കിൽ റിവേഴ്സൽ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഹയർ ഹൈ പോകാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ നോക്കാം. വീണ്ടും ഒരു ഇൻസൈഡ് ബാറാണ് വന്നിട്ടുള്ളത്.
ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. 960, 950 ലെവൽ, 960 ലെവൽ ഒരു സപ്പോർട്ട് ലെവലായിട്ടാണ് ആക്ട് ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. $23,900 call option, 23,950. Call option strike price. Put option strike price at 24,000. $24,050. Trading around 150, അതുപോലെ 120. യെസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു പുൾ ബാക്ക് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. 960 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസൈഡ് ബാർ കൃത്യമായിട്ടുള്ളൊരു റിവേഴ്സൽ സൈൻ ആയിരുന്നു. അപ്പോൾ നമ്മളതിന് വെയിറ്റ് ചെയ്തു. നമ്മളിവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് എടുത്തതും ലോസിലേക്ക് വരും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കണ്ടിട്ട് എൻട്രി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനൊരു റെലവൻസ് നമുക്ക് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ സ്പോട്ട് ലെവൽ. അതുപോലെ റിവേഴ്സൽ ആയിട്ടുണ്ട്. സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗ് എക്സ്പെക്ട് ചെയ്യാം. അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് പുൾ ബാക്ക് വന്നിട്ടുള്ളത്. 960 ലെവൽ നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവൽ തന്നെയാണ് 960. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് എങ്ങനെയാണ് മൂവ്മെൻറ്റ് വരുന്നത് നോക്കാം. അതിനുശേഷം എൻട്രി ഡിസിഷൻ എടുക്കാം. നമുക്ക് എൻട്രി കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ എൻട്രീസ് ഒന്നും എടുത്തിട്ടില്ല. 23,960 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. ഡേലോ സപ്പോർട്ട് ലെവൽ, ഡേലോയിലേക്ക് എത്തിയിട്ടുണ്ട്. ന്യൂ ഡേലോ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്.
ഓക്കെ, 144 എൻട്രി ചെയ്തിട്ടുണ്ട്. 23,900, 144 എൻട്രി ചെയ്തിട്ടുള്ളത്. 2 ലോട്ട്സ്. ഇപ്പോൾ അത് കോസ്റ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കൊരു 151 ലെവലൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. എക്സിറ്റ് ചെയ്യണമെങ്കിൽ 115 ലെവലൊക്കെയാണ് എക്സിറ്റ് ചെയ്യേണ്ട ലെവൽ എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 144 എന്ന് പറയുന്ന സമയത്ത് ഒരു 29-30 പോയിൻറ്റ്സിൻ്റെ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് ഒരു 4Kയുടെ അടുത്ത റിസ്ക് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ ഒരു റിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓർഡേഴ്സിൽ ഇവിടെ കാണാം 115 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. എക്സിക്യൂട്ട് ആയത് 100 1K ലോസിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും 144 സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ 29 പോയിൻറ്റ്സ് 130, അതായത് 2 ലോട്ട്സ് 3,770 ആണ് ലോസ്, അല്ലെങ്കിൽ ഇതിൽ റിസ്ക് വരാൻ ഉള്ള മാക്സിമം റിസ്ക് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അത് 150 ലെവൽ ബ്രേക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ഡയറക്ഷൻ കൂടുതൽ മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. റിസ്കി ട്രേഡ് തന്നെയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ 1K ലോസിൽ വന്നിട്ടുണ്ട്. സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. സപ്പോർട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം ടുവേർഡ്സ് 150-55 ലെവൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. Let's wait. എന്തായാലും റിസ്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ട്രേഡ്സ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് വരുന്നത് വരെ എന്തായാലും ഹോൾഡ് ചെയ്യണം. അപ്പോൾ അതിനിടയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ മാത്രമേ നമുക്കത് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രമേ എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു റിസ്ക് നമ്മൾ ബെയർ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ 2 ലോട്ട്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ലോട്ട്സ് ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക് എന്തായാലും വരും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വ്യൂവിൻ്റെ ബേസിസിൽ മാത്രം ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ആ വ്യൂ കംപ്ലീറ്റ്ലി റോങ് ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരും. അത് കൃത്യമായിട്ട് വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ അത് 900 to 1K ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലോട്ട്സ് എന്തായാലും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ഡിഫൈൻ ചെയ്തിട്ടുള്ള ലോസിൻ്റെ ബേസിസിൽ മാത്രം ഈ ഒരു ട്രേഡ്
മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 155 ലെവലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യോ അല്ലെങ്കിൽ ആ ഒരു ലെവൽ വന്നതിന് ശേഷം നമുക്ക് ഡിസിഷൻ എടുക്കാം. ബുക്കിംഗ് ഡിസിഷൻ സ്റ്റോപ്പ് ലോസിൻ്റെ സെയിം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പൊസിഷൻ 1K പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 156 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടാർഗറ്റ് ലെവലിലേക്ക് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. യെസ്, ബുക്ക് ചെയ്തു. 1.1K ആണ് ബുക്ക് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 151 ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ മുകളിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. 152.5 നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. 2 ലോട്ട്സ് ആണ്. അപ്പോൾ 156 നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു മൊമെൻറ്റം വരാനുള്ള ചാൻസസ് ഉള്ളൂ. എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തു. 1.1K ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കാം. കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ പുൾ ബാക്കിന് ശേഷം നമ്മൾ ഡേ ലോ ലെവലിൽ നിന്നാണ്, സ്പോട്ടിൽ ഡേ ലോ ലെവലിൽ നിന്നാണ് എൻട്രി എടുത്തിട്ടുള്ളത്. 960 ലെവലിലേക്ക് പുൾ ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ഹൈ ലെവലിൽ നിന്ന്. അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷനിലാണ് 940 താഴെ വന്നിട്ടുള്ള കൺസോൾട്ടേഷനിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കൃത്യമായിട്ട് ഒരു ബൈയിങ് പ്രഷർ കണ്ടതുകൊണ്ടാണ് എൻട്രി എടുത്തത്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള ഒരു 156 ലെവലിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്നും ഒരു റിവേഴ്സലാണ് സാധ്യതയുള്ളത്. അപ്പോൾ നല്ലൊരു ട്രേഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റി. എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡോട് കൂടി ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.